ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ വരുൺ. വി ആർ ആർട്ട് ഹാർമണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്പ്രിങ്കിൾസിന്റെ ബോട്ടിലിനെ ഒന്ന് കുട്ടപ്പന എടുക്കാൻ പോവാണ്. നമ്മൾ സാധാരണ കുട്ടികളൊക്കെയുള്ള വീട്ടിൽ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു ചിപ്സാണിത് അല്ലേ. അപ്പം ഇനി അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വെറുതെ എടുത്ത് കളയണ്ട. നമുക്കിതിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് നല്ല അടിപൊളി ഒരു പെൻ അല്ലെങ്കിൽ പെൻസിൽ സ്റ്റാൻഡൊക്കെ ആയിട്ട് മാറ്റാം. അക്രിലിക് പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്നത് പെയിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പെയിന്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബോട്ടിലിൻ്റെ പുറത്ത് ഇപ്പോൾ നല്ലൊരു ഓറഞ്ച് കളറിലുള്ളൊരു പേപ്പറാണല്ലോ കാണുന്നത്. അത് മാറ്റി നമുക്ക് വരയ്ക്കാൻ പരുവത്തിന് ഒരു വൈറ്റ് സർഫസ് ക്രിയേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള അക്രിലിക് പെയിൻറ്റിൽ വൈറ്റ് കളർ പെയിൻറ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ആക്ച്വലി നമ്മുടെ കയ്യിൽ വൈറ്റ് പ്രൈമർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒറ്റ ലെയറിലൊന്നും നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതായത് ഈ ഓറഞ്ച് കളറ് പുറത്തോട്ട് കാണാത്ത രീതിയിൽ പെയിൻറ്റ് കവർ ചെയ്യാൻ പറ്റില്ല. 2 or 3 വട്ടമോ ഒക്കെ നല്ലവണ്ണം കട്ടിക്ക് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓറഞ്ച് കളറ് പുറത്തോട്ട് കാണാത്ത രീതിയിൽ നല്ലൊരു വൈറ്റ് സർഫസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മൾ പ്രൈമറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ യൂസിന് തന്നെ അല്ലെങ്കിൽ ഒറ്റ ലെയർ അടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കട്ടിക്ക് തന്നെ അത് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് സാരമില്ല, നമുക്കൊരു 3 വട്ടമൊക്കെ അടിക്കാം. നമ്മൾ ഫസ്റ്റ് ലെയർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലോണം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യാവൂ. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ ബോട്ടിലിലേക്ക് ഫസ്റ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ബോട്ടിലിൻ്റെ സർഫസ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണം. ഒരു ടവലിനകത്തോട്ട് കുറച്ച് വെള്ളം ഒന്ന് മുക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. കാരണം എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു സ്മൂത്ത് സർഫസ് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ സർഫസ് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കാൻ മറന്നു പോവല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 4 ലെയർ വൈറ്റ് പെയിൻ്റാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധാരണ HB പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിനി വരയ്ക്കാൻ പോകുന്നത് എന്താണോ അത് നമുക്കൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കാം. ഇന്ന് ആക്ച്വലി ഞാനിവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ബോഹോ സ്റ്റൈലിലുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പം ബോഹോ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈലാണ് ഈ ബോഹോ സ്റ്റൈൽ. നല്ല ബ്രൈറ്റ് എർത്തി കളേഴ്സൊക്കെ യൂസ് ചെയ്തുള്ള ഒരു കോമ്പിനേഷൻ. ഭയങ്കര സിമ്പിളാണ്, ആർക്കും വരയ്ക്കാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിങ് സ്റ്റൈലാണിത്. അപ്പോൾ ഞാനിത് പക്ഷേ ഇതുവരെ ട്രൈ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ റെഫർ ചെയ്തു, പെയിൻറ്റിങ്ങുകളൊക്കെ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് ആർക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയൊരു കോമ്പിനേഷൻ. ബോഹ ആണോ എന്ന് ചോദിച്ചാൽ ബോഹയിൽ കുറച്ച് ക്യാരക്ടറും പിന്നെ നമ്മുടേതായ രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന കളറ് ബ്രൗൺ കളറാണ്. അപ്പോൾ നമ്മൾ ഈ ബോഹോ പെയിൻറ്റിങ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്ന കുറച്ച് കളർ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. ബ്രൗൺ, യെല്ലോ, ഗ്രീൻ, അതിൻ്റെ കൂടെ ബ്ലാക്ക്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു കോമ്പിനേഷനാണ് അത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ഇന്നത്തെ പെയിൻറ്റിങ്ങിന് അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബോഹോ പെയിൻറ്റിങ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഒരു മിഡ് സെഞ്ച്വറി കാലഘട്ടത്തിലൊക്കെയുള്ള ഈ ഫർണിച്ചറുകളും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇപ്പോൾ മോഡേൺ ഒബ്ജക്റ്റുകളും കൂടിയിട്ടൊക്കെ ചേർത്ത് ഒരു മിക്സറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനത്തേക്ക് ഒരു സ്റ്റൈലാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എന്താണ് ബോഹോ സ്റ്റൈൽ എന്ന് അടിച്ച് നോക്കി തന്നെ നമുക്ക് ഇഷ്ടം പോലെ പെയിൻറ്റിങ്ങുകൾ കാണാൻ കഴിയും. ഭയങ്കര സിമ്പിളായിട്ടുള്ള, എന്നാൽ നമ്മളത് കാണുമ്പോൾ അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന ഒരു പെയിൻറ്റിങ് സ്റ്റൈലാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ഈ ഒരു സ്റ്റൈലിൽ തന്നെ പെയിൻറ്റിങ് കണ്ടിന്യൂ ചെയ്യാം. സെക്കൻഡ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന കളർ യെല്ലോ ആയിരുന്നു.
ആക്ച്വലി ഞാനിവിടെ ചെറിയൊരു യെല്ലോ സർക്കിൾ വരയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കുറച്ച് ആവേശം കൂടിപ്പോയി, വെള്ളം കൂടുതലായിരുന്നു. പെയിൻറ്റ് അപ്ലൈ ചെയ്തപ്പോഴത്തേന് സർഫസ് കർവും കൂടി ആയതുകൊണ്ട് താഴേക്ക് ഒലിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ പിന്നെ അതിൻ്റെ വലിപ്പം കൂട്ടുമായിരുന്നു. വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും. അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു കർവ് സർഫസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടി പെയിൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന കളറ് ബ്ലൂവും ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പം ഈ ബോഹോ പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ഗ്രീൻ കളറ് നമ്മളിപ്പോൾ സാധാരണ വാങ്ങുന്ന ഈ എന്താ പറയുക സാബ് ഗ്രീനോ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ അങ്ങനെയുള്ളൊരു കളറല്ല, കുറച്ച് ബ്ലൂഷായിട്ടുള്ളൊരു ഗ്രീനാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ബ്ലൂവും ഗ്രീനും കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ഡാർക്കായി പോയി തോന്നിയത് കൊണ്ടാണ് കുറച്ച് യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നല്ല ബ്രൈറ്റായിട്ടുള്ള ഓറഞ്ച് കളറും കൂടി അപ്ലൈ ചെയ്യാം. ഈ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ കൂടുതലും ബോഹോ പെയിൻറ്റിങ്സിൽ ഫോളോ ചെയ്യുന്നത്. അതായത് ബ്രൗൺ, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ബ്ലാക്ക് കളറിൽ ലീവ്സും കൂടി വരച്ചു കൊടുക്കാം. അതും കൂടി കഴിയുമ്പോഴത്തേന് നമ്മുടെ ഇന്നത്തെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. അപ്പം പെയിൻറ്റിങ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ഇതുപോലെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്തിട്ട് കളയാൻ വേണ്ടി വെച്ചിട്ടുള്ള ബോട്ടിൽസിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഈ അപ്ലൈ ചെയ്ത പെയിൻ്റ് എല്ലാം നല്ലോണം ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ട് വാർണിഷും കൂടി അപ്ലൈ ചെയ്യണം. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം വാർണിഷ് അടിക്കാണ്ട് ഈ ബോട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഈ പെയിൻറ്റ് ഇളകിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വാർണിഷും കൂടി അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പം അതും കൂടി കഴിയുമ്പോഴത്തേന് ഇന്നത്തെ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആവും. അങ്ങനെ നമുക്ക് സ്പ്രിങ്കിൾസിൻ്റെ ബോട്ടിലിനെ ഒരു പെൻസിൽ ബോക്സോ അല്ലെങ്കിൽ പെൻ ബോക്സോ ഒക്കെ ആക്കിയിട്ട് റീക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കാണ്ടിരിക്കുക. അപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോയിൽ എല്ലാവരെയും കാണും വരെ ബൈ ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.